ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും. സൂറത്തു നൂഹിന്റെ 10-ാമത്തെ ആയത്ത് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത്. നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ സമൂഹത്തോട് നടത്തിയ നൂറ്റാണ്ടുകൾ എന്ന് തന്നെ പറയാൻ പറ്റുന്ന നിരവധി വർഷങ്ങളുടെ പ്രബോധനം കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹത്തിന്റെ സമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച ഒരു നിരാശ, അദ്ദേഹത്തിന്റെ സമൂഹം അദ്ദേഹത്തോട് കാണിച്ച പ്രതികരണം, ഒരു തണുത്ത പ്രതികരണവും, ഇതെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് ആവലാതി പറയുകയാണ് ഈ പറയുന്ന ഭാഗങ്ങളിലൂടെ നമ്മൾ പഠിച്ചത്. അതിന്റെ ഒരു തുടർച്ചയാണ് ഇനി വരുന്ന ഭാഗവും. അവസാനത്തെ 10-ാമത്തെ ആയത്തിൽ നോക്കുക. നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നത് ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നൂഹ് നബി അലൈഹിസ്സലാം ഇത്രയും പോലും അവരോട് പറഞ്ഞു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക. ഇന്നഹു കാന ഗഫാറ, തീർച്ചയായും അവൻ അള്ളാഹു ഗഫാറാണ്, ഏറ്റവും കൂടുതൽ പൊറുത്തു തരുന്നവനാണ്. ഗഫൂർ, ഗഫാർ എന്നുള്ള പദപ്രയോഗം മഗ്ഫിറത്ത് ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാൽ അതിന്റെ ഒരു സൂപ്പർലേറ്റീവ് പദപ്രയോഗങ്ങളാണ് ഈ ഗഫാർ എന്നൊക്കെ പറയുന്നത്. ഏറ്റവും കൂടുതൽ തൗബ സ്വീകരിക്കുകയും പ്രായശ്ചിത്തം അള്ളാഹു അംഗീകരിക്കുകയും മഗ്ഫിറത്ത് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നവൻ എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് ചെറിയൊരു മഗ്ഫിറത്ത് ആണെങ്കിൽ പോലും അത് സ്വീകരിക്കുവാൻ കാത്തിരിക്കുന്ന ഒരാൾ എന്ന രീതിയിലാണ് ഈ ഗഫാർ, ഗഫൂർ എന്നുള്ള പദത്തിന്റെയൊക്കെ അർത്ഥം. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. ഇങ്ങനെ ഗഫൂർ, മഗ്ഫിറത്ത്, ഇസ്തിഗ്ഫാർ എന്നുള്ള വിശേഷ കാര്യങ്ങളെ കുറിച്ച്. ചില ഹദീസുകൾ നമുക്ക് കാണാം, പകൽ കുറ്റം ചെയ്യുന്നവർ രാത്രി തൗബ ചെയ്യുവാൻ കാത്തിരിക്കുന്നവനാണ് അള്ളാഹു, അല്ലെങ്കിൽ രാത്രി കുറ്റം ചെയ്യുന്നവൻ പകൽ മഗ്ഫിറത്ത് ചെയ്യുന്നതും കാത്തിരിക്കുന്നവനാണ് അള്ളാഹു എന്നൊക്കെ രീതിയിൽ അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ചിത്രീകരിക്കുന്നുണ്ട് ചില ഹദീസുകൾ. മറ്റു ചില ഹദീസുകൾ അത്തായിബു ഹബീബുല്ലാ, തൗബ ചെയ്യുന്നവൻ അള്ളാഹുവിന്റെ ഹബീബാണ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ നബിയു തൗബ, തൗബയുടെ നബി എന്ന രീതിയിൽ പരിചയപ്പെടുന്ന കാണാൻ കഴിയും. കാരണം തൗബ, മഗ്ഫിറത്ത് പരസ്പര ബന്ധിതമായ പദങ്ങളാണ്, ആശയങ്ങളാണ്. അപ്പൊ തൗബ ചെയ്യുക, അപ്പൊ അതിന് പ്രായശ്ചിത്തം ചെയ്യാനുള്ള മനസ്സുണ്ടാവുക, അള്ളാഹുവിനോട് സോറി പറയുക, അള്ളാഹുവിനോട് മാപ്പന്വേഷിക്കുക എന്നൊക്കെയാണല്ലോ മഗ്ഫിറത്ത് എന്നതിന്റെയൊക്കെ ആശയം. ഇതൊക്കെ അത്രയും ഏത് സമയത്തും സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നവനാണ് അള്ളാഹു. അതായത് എല്ലാവർക്കും ശിക്ഷ കൊടുത്ത് അങ്ങനെ ഒരു സിസ്റ്റം ഒരുക്കി വെച്ചേക്കുന്നവനല്ല. പകരം ആ മഗ്ഫിറത്ത് സ്വീകരിക്കുവാൻ കാത്തിരിക്കുന്നവനാണ് അള്ളാഹു എന്ന രീതിയിലാണ് നമുക്ക് ഖുർആനിലെ ഏകദേശം എല്ലാ സൂറത്തുകളിലും ഒരുപാട് ആയത്തുകളിലും മഗ്ഫിറത്തിനെ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്. അള്ളാഹു നരകവും സ്വർഗവും ഒരുക്കിയിട്ടുണ്ട്, രക്ഷയും ശിക്ഷയും അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ പോലും ഈ രക്ഷകൻ എന്നുള്ളതിനെ കൂടുതലൊരു പവറായിട്ട് നമുക്ക് പലയിടത്തും കാണാൻ കഴിയും. ഒരു സിസ്റ്റം എന്ന നിലയിൽ, പരീക്ഷണം എന്ന നിലയിൽ രക്ഷയും ശിക്ഷയും ഒരുക്കി വെച്ചിരിക്കുന്നതോടൊപ്പം തന്നെയും ഒരു മോചകനായിട്ട്, എല്ലാവരെയും രക്ഷിക്കുന്നവനായിട്ടും കൂടി അള്ളാഹുവിനെ കൂടുതൽ ചിത്രീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. കാരണം കുറ്റങ്ങൾ ചെയ്യുന്ന ഒരു പശ്ചാത്തലം വരുമ്പോൾ അവിടെ അള്ളാഹ് എപ്പോഴും എടുത്ത് പറയുന്നതാണ് ഗഫൂർ എന്നുള്ളതും തൗബ സ്വീകരിക്കുന്നവൻ എന്നുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള ഇങ്ങനെ ഒരു എല്ലാവരോടും മനുഷ്യബന്ധിതമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉപമിക്കുന്നതിന്റെ ആശയം അതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അതായത് അള്ളാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുകയാണെങ്കിൽ അവൻ ഏറ്റവും കൂടുതൽ നന്നായി പുറത്തു തരുന്നവനാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്തായിരിക്കും അതിന്റെ ഉപകാരം എന്ന് പറയുന്നത് അടുത്ത ആയത്തുകളിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കുക. യുർസിലു സമാഅ അലൈക്കും മിദ്റാറ. ഇവിടെ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ സംസാരങ്ങൾ തുടരുകയാണ് ചെയ്യുന്നത്. അള്ളാഹു നിങ്ങളുടെ മേൽ, അതായത് അവൻ അയക്കുന്നതായിരിക്കും സമാഅ ആകാശത്തെ, അലൈക്കും നിങ്ങളുടെ മേൽ, മിദ്റാറ അതായത് വീണ്ടും വീണ്ടും
നിങ്ങളുടെ മേൽ അള്ളാഹു ഇത് അയക്കുന്നതായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ആയത്തിന്റെ അർത്ഥം നമുക്കിവിടെ കാണാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണത് യുർസിലു, അവൻ അയച്ചു തരുന്നതാണ്, സമാ ആകാശത്തെ. ഇവിടെ ആകാശം എന്ന് ഉദ്ദേശിക്കുന്നത് മഴയെ എന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ്. കാരണം ആ ഭാഗത്തു നിന്നാണല്ലോ, മുകൾ ഭാഗത്തു നിന്നാണല്ലോ മഴ വരുന്നത് എന്ന രീതിയിലാണത്. അലൈക്കും, നിങ്ങൾക്ക്, മിദ്റാറ എന്ന് വെച്ചാൽ ധാരാളമായി മഴ നിങ്ങൾക്ക് അയച്ചു തരുന്നവനാണ് എന്നാണ് പറയുന്നത്. ഇത് നോക്കുക, ഈ ആയത്ത് നമ്മൾ മുമ്പ് പഠിച്ച സൂറത്ത് ജിന്നിലും ഇതേപോലെ സംഭവമുണ്ട്. അതായത് ഇസ്തിഗ്ഫാർ നടത്തുകയാണെങ്കിൽ മഴ വർഷിപ്പിച്ചു തരും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെയും പഠിച്ചിരുന്നു. അതായത് അനുഗ്രഹങ്ങളെ തരും എന്നുള്ള അർത്ഥത്തിലായിരിക്കാം പലപ്പോഴും ഇങ്ങനെ മഴ വർഷിപ്പിച്ചു തരും എന്നതിലേക്ക് ബന്ധിപ്പിക്കുന്നതെന്നും നമ്മൾ പല മുഫസ്സിറുകൾ പറഞ്ഞതായും നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു. ഇതല്ലാതെ തന്നെയും ഈ ഒരു ഭാഗത്ത്, അതായത് മഴ വർഷിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഹദീസുകൾ കാണാൻ കഴിയും. അതായത് ക്ഷാമം ഉണ്ടാകുമ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളൊക്കെ ഈ ആയത്ത് ഉദ്ധരിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്ന ഹദീസുകൾ നമുക്ക് തഫീമിൽ വിശദീകരണമായിട്ട് നമുക്ക് കാണാൻ കഴിയും, ക്ഷാമത്തിന്റെ പശ്ചാത്തലത്തിൽ. അപ്പോ ഈ ആയത്തിന് അത്രത്തോളം ഒരു ഇമ്പോർട്ടന്റ് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത ആയത്ത് നോക്കുക, വയുംദിദുക്കും ബി അംവാലിൻ വബനീന വയജാൽ ലക്കും ജന്നാത്തിൻ വയജാൽ ലക്കും അൻഹാറ. ഈ ആയത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങൾക്ക് സമ്പത്തും സന്തതികളും പ്രദാനം ചെയ്യും. അംദദ എന്ന് വെച്ചാൽ സഹായിച്ചു എന്നുള്ള അർത്ഥമാണ്. ഇങ്ങനെ നൽകും, ലക്കും യുംദിദുക്കും നിങ്ങൾക്ക്, ബി അംവാലിൻ ധനം കൊണ്ട്. മാൽ എന്ന് വെച്ചാൽ സമ്പാദ്യം, ധനം, വെൽത്ത് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ആ ഒരു അർത്ഥത്തിലാണ്. പലതരം സമ്പാദ്യങ്ങൾ അതിൻ്റെ അകത്ത് വരാം. ബനീന, മക്കളെ കൊണ്ടും. യജ്അല്ലക്കും, അവൻ നിങ്ങൾക്ക് ആക്കി തരും, ജന്നാത്തിൻ, എന്നിട്ട് അവിടെ പറയുന്നത് തോട്ടങ്ങളും. യജ്അല്ലക്കും അൻഹാറ, നദികൾ ഒഴുക്കി തരുന്ന തോട്ടങ്ങളും. ഇതെല്ലാം, അതായത് നിങ്ങൾക്ക് ധനവും സമ്പാദ്യവും അനുഗ്രഹങ്ങളും. ഒരുപക്ഷെ ഈ ജന്നാത്തും വൻഹാർ എന്ന് പറയുന്നത് സാധാരണ അത് വിശദീകരിക്കാറുള്ളത് സ്വർഗ രീതികളെ കുറിച്ചുള്ള വിശദീകരണം പറയുമ്പോഴാണ് ഈ സ്വർഗത്തിലെ പൂന്തോട്ടങ്ങളും അരുവികളെയും കുറിച്ച് പറയാറ്. നെഹർ, നദികൾ എന്നുള്ള അർത്ഥത്തിലാണ്, അതിന്റെ പ്ലൂരലാണ് അൻഹാർ. അപ്പം ഇങ്ങനെയാണ് വിശദീകരിക്കുക. അപ്പം ഇതൊരു പക്ഷേ ഭൗതിക ലോകത്തും നിങ്ങൾക്ക് ലഭിക്കാം, അതായത് സുഖ സൗകര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാം, ധാരാളം സമ്പത്ത് നിങ്ങൾക്ക് ലഭിക്കാം, അതുപോലെ തന്നെ ഒരുപാട് മക്കളെയും നിങ്ങൾക്ക് ലഭിക്കാം. ആ ഒരു തരത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഇത് ഇപ്പം പ്രമുഖനായിരുന്ന ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു സംഭവം അദ്ദേഹത്തോട് ഇങ്ങനെ സദസ്സിലിരിക്കുമ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട്. അതായത് ചിലർ പറഞ്ഞു, മക്കളുണ്ടാവാത്ത ഒരവസ്ഥ പറയുമ്പോൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറയുന്നു. ചിലൊരാൾ ചോദിക്കുന്നു, ക്ഷാമം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറയുന്നു. വിളകൾ നന്നായി വളരുന്നില്ല എന്ന് പറഞ്ഞപ്പോഴും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറയുന്നു. ഇങ്ങനെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പൊ ഇത് കേട്ടപ്പോൾ ഒരാൾ ചോദിച്ചു, ഈ പറയുന്ന എല്ലാ ചോദ്യങ്ങൾക്കും താങ്കൾ എന്തുകൊണ്ടാണ് ഒരേ ഉത്തരം പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഈ ആയത്ത് അവിടെ ഉദ്ധരിച്ചു എന്നാണ് പറയുന്നത്. അതായത് എല്ലാത്തിനും നിങ്ങൾക്ക് ഒരു പക്ഷേ അള്ളാഹു നിങ്ങളുടെ കുറ്റങ്ങൾക്ക്, നിങ്ങൾ ചെയ്യുന്ന പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ ഇസ്തിഗ്ഫാർ സ്വീകരിക്കുന്നതിൽ കൂടി അള്ളാഹു പലവിധ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും എന്നാണ് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ആ ഒരു സംഭവത്തിൽ, ആ ഒരു ചർച്ചയിൽ കൂടി ഉദ്ദേശിക്കുന്നത്. അപ്പോ അത് ഈ ആയത്തുകളിൽ നിന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അടുത്ത ആയത്ത് നോക്കുക. എന്നിട്ട് ഇത് പറഞ്ഞതിന് ശേഷം നൂഹ് നബി അലൈഹി ഇസ്ലാം തുടരുന്നത്, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? അതായത് മാലക്കും, നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് എന്ത് പറ്റി? ലാ തർജൂന ലില്ലാഹി വഖാറ, അള്ളാഹുവിന് നിങ്ങൾ യാതൊരു വിധത്തിലുള്ള ഗൗരവവും നൽകുന്നില്ലല്ലോ. അതായത് വഖാർ എന്ന് വെച്ചാൽ ഗൗരവം എന്നുള്ളതാണ് അർത്ഥം. അതായത് റജ, ആഗ്രഹിച്ചു എന്നാണ് അർത്ഥം. ലാ തർജൂന, നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല.
ലില്ലാഹി അള്ളാഹുവിന് വക്കാറ ഒരു മഹത്വം നിങ്ങൾ, അതായത് ഇതിന്റെ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, പ്രത്യേകിച്ച് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു സാമൂഹിക പശ്ചാത്തലവും കൂടി നമ്മൾ മുമ്പ് കേട്ടിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉയർന്ന തട്ടിലുള്ള ആൾക്കാർ സ്വയം ഭയങ്കര മഹത്വം പറഞ്ഞു നടക്കുന്ന, ഘോഷിക്കുന്ന, അഹന്ത പ്രകടിപ്പിക്കുന്ന, താഴേക്കിടയുള്ള ആൾക്കാർ മുകളിലുള്ളവരെ കുറിച്ച് വല്ലാണ്ട് മഹിമ പറഞ്ഞു നടക്കുന്ന ആ ഒരു വല്ലാത്ത ഒരു സാമൂഹിക അസമത്വമൊക്കെ പ്രകടമായിരുന്ന ഒരു കാലഘട്ടവും കൂടിയായിരുന്നല്ലോ നൂഹ് നബിയുടെ കാലഘട്ടം. എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ ഇവരെയും നമ്മളെയും എല്ലാം സൃഷ്ടിച്ച അള്ളാഹുവിന് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വക്കാറ് നൽകാത്തത്, ഈ പറയുന്ന മഹത്വവും മഹിമയും നിങ്ങൾ എന്തുകൊണ്ടാണ് നൽകാത്തത് എന്നാണ് നൂഹ് നബി അലൈഹിസ്സലാം അവരോട് ചോദിക്കുന്നത്. അതുതന്നെയാണ് അള്ളാഹു നമ്മളോടും ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള വലിയവരെന്ന് നമ്മൾ തോന്നുന്ന ആൾക്കാർക്ക് നമ്മൾ വലിയ മഹത്വം കൊടുക്കുമ്പോൾ ഇതിലെ ഈ പറയുന്ന അവരെയും നമ്മയും ഈ ചരാചരങ്ങളെയും ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച അള്ളാഹുവിന് എന്തുകൊണ്ട് നിങ്ങളും നൽകുന്നില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല തുടരുകയാണ്, വഖദ് ഖൽഖക്കും അത്വാറ. അതായത് നൂഹ് നബിയുടെ സംസാരമാണ് ഇവിടെ. അത് തുടരുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ അത്വാറ, തൗർ എന്ന് വെച്ചാൽ ഘട്ടം എന്നാണ് അർത്ഥം. അത്വാറ എന്ന് വെച്ചാൽ വിവിധ ദശകൾ കൂടി, വിവിധ ഘട്ടങ്ങളിലൂടെയാണല്ലോ അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചത്. അതായത് ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ അല്ലെങ്കിൽ ഒരു വളർച്ചയുടെ ഘട്ടത്തെ മുഴുവനും ഈ ആയത്തിലേക്കാണ് ഒതുങ്ങുന്നത്. രേതസ്കണത്തിൽ നിന്ന് ഭ്രൂണത്തിലേക്കും അവിടുന്ന് കുഞ്ഞായും കുഞ്ഞ് വളർന്നു വന്ന് വലുതായും ആ ഒരു മനുഷ്യന്റെ മുഴുവൻ ഒരു സൃഷ്ടിപ്പിന്റെ ഘട്ടങ്ങളെയും ഈ ആയത്തിൽ ഒരൊറ്റ ആയത്തിൽ ഒതുക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിട്ട് അലം തറൗ, നിങ്ങൾ കാണുന്നില്ലേ, അല്ലെ കണ്ടില്ലേ, കൈഫ ഖലഖല്ലാഹു സബഅ സമാവാത്തിൻ തിബാഖ. അതായത് തബക്ക് എന്ന് വെച്ചാൽ തട്ട് എന്നുള്ളതാണ്. അതായത് തിബാഖ അതിന്റെ പ്ലൂരലാണ്. ഈ പറയുന്ന ആകാശത്തെ 7 തട്ടുകളായിട്ട് സൃഷ്ടിച്ചത് നിങ്ങൾ കണ്ടില്ലേ എന്നാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ സമൂഹത്തോട് ചോദിക്കുന്നത്. എന്നിട്ട് പറയുന്നത് ബാക്കി അതേ ആകാശത്തിന്റെ, അതായത് പ്രപഞ്ചത്തിന്റെ, ഇത് ആദ്യം വഖദ് ഖൽഖക്കും അത്വാറ, മനുഷ്യനോട് തന്നെ തന്റെ സഹജീവികളോട് നൂഹ് നബി അലൈഹി ഇസ്ലാം ചോദിക്കുന്നത്, നിങ്ങളെ അള്ളാഹു വിവിധ ഘട്ടങ്ങളിലൂടെയല്ലേ ഇങ്ങനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നീട് അത് ചുറ്റുപാടുമുള്ള പ്രതിഭാസങ്ങളെ ചൂണ്ടിക്കാട്ടുകയാണ് അടുത്ത ആയത്തിൽ ചെയ്യുന്നത്. നിങ്ങൾ ഈ ആകാശത്തേക്ക് നോക്കുക, 7 തട്ടുകളായിട്ട് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾ അതിനെ കണ്ടില്ലേ. അതിനുശേഷം വജഅലൽ ഖമറ ഫീഹിന്ന നൂറൻ വജഅല ശംസ സിറാജ, അതിൽ ഖമറിനെ ആക്കി, ഫീഹിന്ന അവയിൽ എന്ന് വെച്ചാൽ ഈ ആകാശത്തിൽ ഖമർ എന്ന് വെച്ചാൽ ചന്ദ്രനെ ആക്കി, നൂറൻ പ്രകാശമാക്കി മാറ്റി. അതുപോലെ വജഅല ശംസ, വജഅല ആക്കി ശംസ സൂര്യനെ, സിറാജ വിളക്ക്, അത് കത്തിജ്വലിക്കുന്ന വിളക്ക് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഈ പറയുന്നത് 7 ആകാശങ്ങളെയും സൃഷ്ടിച്ചു, അതിൽ ചന്ദ്രനെ പ്രകാശമാക്കി മാറ്റി, അതുപോലെ തന്നെ സൂര്യനെ വലിയ കത്തിജ്വലിക്കുന്ന തിളക്കാക്കി മാറ്റി. അള്ളാഹു അൻബത്തക്കും, എന്നിട്ട് പറയണത് അള്ളാഹു അൻബത്തക്കും മിനൽ അർളി നബാത്ത, അള്ളാഹു ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് മുളപ്പിച്ചു തന്നില്ലേ. അൻബത്ത എന്ന് വെച്ചാൽ മുളപ്പിച്ചു എന്നാണ്, നബാത്തൻ എന്ന് വെച്ചാൽ മുളപ്പിക്കൽ, അതായത് മുളപ്പിച്ചു പോലും തന്നില്ലേ നിങ്ങൾക്ക് അവൻ അള്ളാഹു ഭൂമിയിൽ നിന്ന് അത്ഭുതകരം വണ്ണം നിങ്ങളെ മുളപ്പിച്ചു. അതായത് അൻബത്ത നബാത്തൻ എന്ന് പറയുന്നത് സാധാരണ അറബി ഭാഷയിൽ അത് ചേർത്ത് പറയുകയാണ്. അങ്ങനൊരു മുളപ്പിച്ച് തരിക പോലും അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത് തന്നില്ലേ, എന്തിനാണ്? എന്നിട്ട് ചോദിക്കുന്നത് വല്ലാഹു ജഅല ലക്കുമുൽ അർള ബിസാത്ത, എന്നിട്ട് അള്ളാഹു ഈ ഭൂമിയിൽ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നില്ലേ. വല്ലാഹു ജഅല ലക്കും, അള്ളാഹു നിങ്ങൾക്കാക്കി തന്നില്ലേ, അൽ അർള ഭൂമിയെ, ബിസാത്ത അതിനെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നില്ല. അതിന് മുമ്പിൽ ഒരായത്തും കൂടെ ഉണ്ട്, നോക്കുക. സുമ്മ യുഈദുക്കും, അതായത് ഭൂമിയെ മുളപ്പിച്ചു തരിക പോലും ചെയ്തു തന്നു. അതിനു മുമ്പ് ചന്ദ്രനെ നിങ്ങൾക്ക് പ്രകാശമാക്കി തന്നു, അതുപോലെ സൂര്യനെ നിങ്ങൾക്ക് വിളക്കാക്കി തന്നു. എന്നിട്ട്
അതിനുശേഷം പറഞ്ഞത് ഇതേപോലെ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് മുളപ്പിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞാണ് സുമ്മ യുഈദുക്കും ഫീഹ, എന്നിട്ട് നാം അതിലേക്ക് നിങ്ങളെ മടക്കുന്നു. വയുഖ്രിജുക്കും ഇഖ്റാജ, എന്നിട്ട് അതിൽ നിന്ന് നിങ്ങളെ പുറന്തള്ളുകയും ചെയ്യുന്നു. അതായത് അഖ്റജ എന്ന് വെച്ചാൽ പുറത്താക്കുക എന്നുള്ളതാണ്. ഖറജ പുറപ്പെട്ടു, അഖ്റജ പുറപ്പെടുവിപ്പിച്ചു എന്നുള്ളതാണ് അർത്ഥം. അതായത് ഇവിടെ നമുക്കതിനൊരു ഉയർത്തെഴുന്നേൽപ്പിന്റെ അർത്ഥത്തിലാണ് ഖുർആനിൽ അഖ്റജ, ഉഖ്രിജു എന്നുള്ള പദപ്രയോഗങ്ങൾ സാധാരണ ഉപയോഗിക്കാറ്. അതായത് ഭൂമിയിലേക്ക് നിങ്ങളെ മടക്കി എന്ന് വെച്ചാൽ നിങ്ങളെ മരിപ്പിച്ചു, അതിനുശേഷം അവൻ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തു. ഇവിടെ നോക്കുക, ഭൂമി എന്നതിനോട്, അതായത് ധാന്യങ്ങളെയെല്ലാം അള്ളാഹു ഒപ്പിച്ചതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് മരണത്തെയും ഇവിടെയും അതിന്റെ പുനർ എഴുന്നേൽപ്പിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്, കണക്ട് ചെയ്ത് പറയുന്നത്. അതായത് അള്ളാഹുവിന് ഒന്നുമില്ലാതിൽ നിന്ന് മുളപ്പിക്കാൻ കഴിയുമെങ്കിൽ അതും അതേപോലെ തന്നെ നിങ്ങളെ എന്ത് ചെയ്യാൻ കഴിയും, ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയും എന്നുള്ളൊരു ആശയം ഈ ആയത്തിൽ അള്ളാഹു നമുക്ക് വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് പറയുന്ന അതുപോലെ തന്നെ അവസാനം പറയുന്നത് വല്ലാഹു ജഅല ലക്കുമുൽ അർള ബിസാത്ത, അള്ളാഹു ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നില്ലേ. ലി തസ്ലുകു മിൻഹാ സുബുലൻ ഫിജാജ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, നിങ്ങൾ അതിൽ യാത്ര ചെയ്യുവാൻ വേണ്ടി. സലക്ക യാത്ര ചെയ്തു, സാലിക്ക് എന്ന് വെച്ചാൽ ഈ യാത്രികൻ എന്നുള്ള അർത്ഥമാണ്. ഈ സാധാരണ സൂഫി സ്റ്റഡീസുകളിലൊക്കെ ഈ മുസാഫിർ എന്നതിനോടൊപ്പം തന്നെയും ഈ സാലിക്ക് എന്ന് ഉപയോഗിക്കുന്നത് കാണാൻ കഴിയും, യാത്രികൻ എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ഇവിടെ അതുകൊണ്ടാണ് യാത്ര ചെയ്യുവാൻ വേണ്ടി, ലി തസ്ലുക്കു, നിങ്ങൾ യാത്ര ചെയ്യുവാൻ വേണ്ടി, മിൻഹ അതിൽ നിന്നും, സുബുലൻ വഴികൾ, ഫിജാജൻ അതായത് തുറന്ന വഴികളിൽ കൂടി നിങ്ങൾക്ക് യാത്ര ചെയ്തു തരാൻ വേണ്ടി ഭൂമി വിരിപ്പാക്കി തന്നില്ലേ. ഇവിടെ സാധാരണ ചോദ്യം ചെയ്യപ്പെടുന്ന, ഭൂമി ഉരുണ്ടതല്ലേ, പിന്നെന്തിനാണ് വിരിപ്പാക്കി തരികയെന്നും പറഞ്ഞ സാധാരണ ഒരു അന്തമില്ലാത്ത ചോദ്യങ്ങളുണ്ട്. ഭൂമി ഉരുണ്ടതാണോ ഇല്ലയോ എന്നുള്ളതിന്റെ അപ്പുറം ഭൂമിയിലെ ജീവിത സൗകര്യങ്ങളെ കുറിച്ചിട്ടാണല്ലോ ഈ പറയണത്. ഈ പറയുന്ന ആയത്തുകൾ മുഴുവനും അതാണ്. അതായത് അള്ളാഹു ഒരുക്കി തന്ന അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടാണ് പറയണത്. ഭൂമി ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്ന വിധത്തിലുള്ള സൗകര്യം ഒതുക്കുക, നമ്മളുടെ എല്ലാ ജീവിത സൗകര്യങ്ങൾക്കും വേണ്ടി ഭൂമി ഒരുക്കി മാറ്റി തന്നതിനെ കുറിച്ചും ആ ഒരു അനുഗ്രഹത്തെ കുറിച്ചുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാമിന്റെ വർത്തമാനങ്ങളിലൂടെ ഈ ആയത്തുകളിൽ കൂടി നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ ചെയ്തു തന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ എന്തുകൊണ്ടാണ് നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, അതിലേക്കാണ് ഈ പറയുന്ന പോയിന്റുകൾ മുഴുവനും പോകുന്നത്. ഇത്രയും ചെയ്തു തന്ന, നിങ്ങളെ സൃഷ്ടിച്ച, വിവിധ ഘട്ടങ്ങളിൽ കൂടി ഒരു പൂർണ്ണ മനുഷ്യ രീതിയിലേക്കും അതിനുശേഷവും നിലനിർത്തി പോകുന്ന അള്ളാഹു, അതുപോലെ തന്നെ 7 ആകാശങ്ങളും സൃഷ്ടിച്ച അള്ളാഹു, അതിൽ പ്രകാശവും അതുപോലെ തന്നെ വിളക്കുമായി സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച അള്ളാഹു, അതിനുശേഷം ഈ പറയുന്ന ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് മുളപ്പിച്ചു തന്ന സസ്യങ്ങളും മറ്റുങ്ങളും മുളപ്പിച്ചു തന്ന അള്ളാഹു, അതുപോലെ തന്നെ അതിനുശേഷം പറയണത് നിങ്ങൾക്ക് സൗകര്യപ്രദമാം വിധം വിവിധ വഴികളിലൊക്കെയും സൃഷ്ടിച്ചുകൊണ്ട് ഉണ്ടാക്കി തന്ന, അത്രയും സൗകര്യപ്രദമാം വിധം ഭൂമി ഒരുക്കി തന്ന അള്ളാഹു, ഈ അള്ളാഹുവിനെ നിങ്ങൾ എന്തുകൊണ്ട് വേണ്ട മഹത്വവും പരിഗണനയും മഹിമയും നൽകുന്നില്ല എന്നാണ് നൂഹ് നബി അലൈഹിസ്സലാം ഈ വർത്തമാനങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ സമൂഹത്തോട് ചോദിച്ചതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മളെ പഠിപ്പിക്കുകയും നമ്മളെ ഓർമ്മപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഈ സൂറത്ത് വരുന്നതും പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിലാണ്. ഇത്രയും കാലം ആ പ്രബോധനം നടത്തുമ്പോഴും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും ഈ പറയുന്ന ആയത്തുകൾ, അത്ഭുതകരമായ ഈ മോജിസത്ത്, ഖുർആൻ എന്ന മോജിസത്ത് അവരുടെ മുന്നിലേക്ക് വെക്കുമ്പോഴും അള്ളാഹു ഏകനാണ്, അള്ളാഹു പരമശക്തനാണ്,
അവൻ ഇലാഹാണ്, അവൻ വേറെ ആരുമില്ല, ഷിർക്ക് ചെയ്യാൻ പാടില്ല, അള്ളാഹുവിനെ ധിക്കരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന പാഠ്യങ്ങൾ അവരെ പഠിപ്പിക്കാൻ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കൂടി ഏൽപ്പിക്കുമ്പോൾ പോലും ഈ പറയുന്ന സൊസൈറ്റി ധിക്കരിച്ച് നടക്കുമ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഒരുപാട് വർഷക്കാലം പ്രബോധനം നടത്തുന്ന നൂഹ് നബി അലൈഹി സ്വലാമിന്റെ വർത്തമാനങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല ഖുറൈശികളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓഡിയൻസിനോടും നമ്മളോടും ഈ വർത്തമാനം പറയുന്നത്. അതാണ് ഈ ചർച്ചയുടെ പ്രധാന പോയിന്റ്. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങൾ എന്തുകൊണ്ടാണ് അള്ളാഹുവിന് വേണ്ട വിധത്തിലുള്ള മഹത്വവും മഹിമയും നൽകാത്തത്? വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.